ക്രിസ്മസ് ആഘോഷം അടിപൊളിയാക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പ്ലം കേക്കിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ഈവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തന്നെത്താൻ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇത് കട്ട പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അത് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനുള്ളൊരു സ്പൈസ് മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ ഒരു 3-4 ഗ്രാമ്പു, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സീവറിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, ഒപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പൊടിച്ചത്, ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വരും. ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ മസാലയുടെ തരിയൊക്കെ വീണുന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഒരു മസാല. ഇപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഡിമെററ ഷുഗർ അഥവാ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പഞ്ചസാര പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീമി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ മുട്ട എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് എടുക്കണം. മുട്ടയുടെ ഉളമ്പ് മണം പോകാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നു കേട്ടോ. ഇതൊന്ന് ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് നന്നായി ചൂടാറിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കാം. സോൾട്ടഡ് ബട്ടർ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് സൈഡ്സ് ഒക്കെ ഇതുപോലെ നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയുടെ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആൽക്കഹോൾ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം. 2-3 ദിവസം സോക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന അന്ന് ദിവസം ഈ ഗ്രേപ്പ് ജ്യൂസിൽ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ അല്ലെങ്കിൽ ആൽക്കഹോളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തും തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ബേക്കിംഗ് സമയത്ത് ഇത് അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിന്റെ ഒരു മിക്സ് ഈ കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോഴും ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെന്റിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു കേക്ക് ബാറ്റർ സാധാരണ കേക്ക് ബാറ്റർ പോലെ ഒരുപാട് ലൂസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും ഈ ഒരു കേക്കിന് ഉണ്ടാവുക. ഇനി നമുക്കൊരു കേക്ക് ടിന്നിൽ പാർച്ച്മെന്റ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി നമുക്കൊരു പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 60 മുതൽ 70 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടൊന്ന് എടുക്കണം. ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ. അത് ഓരോരുത്തരും അവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ല നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയെന്നാണ് അർത്ഥം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കേക്കിന്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിൽ നിന്ന് കുറച്ച് ആൽക്കഹോൾ എടുത്തിട്ട് അത് കേക്കിന്റെ മീതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. 2-3 ദിവസമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ കേക്കിന്റെ കട്ട് ചെയ്തിട്ടുള്ള പീസ് അല്ലെങ്കിൽ ഒരു പിക്ചർ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇതെല്ലാം ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അപ്പൊ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.